നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ചില നിർണായകമായ വാർത്തകൾ നോക്കാം പ്രൈം ടൈം അപ്ഡേറ്റ്സിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. 10 മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം ഒഴിവാക്കി ഇ കൊമേഴ്സ് കമ്പനികൾ. വിഴിഞ്ഞം വാർഡ് LDF-ൽ നിന്ന് പിടിച്ചെടുത്ത് UDF. ഗുജറാത്തിൽ 7 ലക്ഷം കോടിയുടെ വൻ നിക്ഷേപം പ്രഖ്യാപിച്ച മുകേഷ് അംബാനി. ടൈഫോയിഡ് സ്കൂളിൽ മിനി പാർക്കും മാക്സ് കോർണറും മാതൃകയായി യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികൾ. കാശ്മീരിൽ ഏറ്റുമുട്ടൽ, സൈനികർക്ക് നേരെ വെടിയുതിർത്ത ഭീകരർ. വാർത്തകൾ വിശദമായി. ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്തെ 10 മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം പിൻവലിക്കാൻ ഒരുങ്ങി പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനികൾ. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ സുപ്രധാന തീരുമാനം. ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ കമ്പനികളാണ് 10 മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ എത്തിക്കുമെന്ന പരസ്യ വാഗ്ദാനം ഒഴിവാക്കുന്നത്. ക്വിക്ക് കൊമേഴ്സ് കമ്പനികൾ തങ്ങളുടെ പരസ്യത്തിൽ നിന്ന് 10 മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം പിൻവലിക്കുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട് തുടങ്ങിയ കമ്പനികളുടെ തീരുമാനം. അതിവേഗ ഡെലിവറി ലക്ഷ്യമിട്ടുള്ള നെട്ടോട്ടം ഡെലിവറി തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്ന സർക്കാർ നിലപാടാണ് നിർണായകമായത്. തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കമ്പനികളോട് നിർദ്ദേശിച്ചു. ഇതോടെ 10 മിനിറ്റ് എന്ന സമയപരിധിക്ക് പകരം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയ്ക്കും വൈവിധ്യത്തിനും ഊന്നൽ നൽകുന്ന രീതിയിലേക്ക് പരസ്യങ്ങൾ മാറ്റാൻ കമ്പനി തീരുമാനിച്ചു. സമയപരിധി പരസ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുമെങ്കിലും സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് വേഗത്തിലുള്ള വിതരണം തുടരാനാണ് കമ്പനികളുടെ നീക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് LDF-ൽ നിന്ന് പിടിച്ചെടുത്ത UDF. കോൺഗ്രസ് സ്ഥാനാർത്ഥി KS സുധീർ ഖാൻ 83 വോട്ടിന് ജയിച്ചു. തലസ്ഥാന നഗരസഭയിൽ ഇടതുകോട്ട തകർത്ത UDF-ന് ആവേശകരമായ വിജയം. വിഴിഞ്ഞം വാർഡ് LDF-ൽ നിന്ന് പിടിച്ചെടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി KS സുധീർ ഖാൻ മിന്നുന്ന ജയം സ്വന്തമാക്കി. അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ഉദ്യോഗഭരിതമായ വോട്ടെണ്ണലിനൊടുവിൽ 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുധീർ ഖാൻ വിജയിച്ചു കയറിയത്. കഴിഞ്ഞ 2 തവണയും ഇടതുമുന്നണി കൈയടക്കി വെച്ചിരുന്ന വാർഡാണ് ഇത്തവണ UDF തിരിച്ചു പിടിച്ചത്. 2902 വോട്ടുകൾ UDF നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി NA നൌഷാദിന് 2819 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനു 2437 വോട്ടുകളുമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജസ്റ്റിൻ ഫ്രാൻസിസ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഹന അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നത്. ഈ വിയോഗത്തിന് ശേഷം നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ LDF വിമതന്റെ സാന്നിധ്യവും UDF-ന്റെ വിജയത്തിന് നിർണായകമായി. വിജയവാർത്ത പുറത്തു വന്നതോടെ വലിയ ആഘോഷവുമായി UDF പ്രവർത്തകർ വിഴിഞ്ഞം മേഖലയിൽ വിജയം ആഘോഷിച്ചു വരികയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ തുടരുമ്പോഴും ഇന്ത്യ സുരക്ഷിതമാണെന്നും അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന അജയ്യമായ സംരക്ഷണ മതിലാണെന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. രാജ്കോട്ടിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് പ്രാദേശിക സമ്മേളനത്തിലാണ് രാജ്യത്തിന്റെ കരുത്തിനെ പ്രകീർത്തിച്ച് അംബാനി സംസാരിച്ചത്. ഗുജറാത്തിൽ റിലയൻസിന്റെ നിക്ഷേപം ഇരട്ടിയാക്കുമെന്നും 7 ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജ്കോട്ടിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ വളർച്ചയെ പ്രകീർത്തിച്ച മുകേഷ് അംബാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ അജയ്യമായ സംരക്ഷണ മതിൽ എന്ന് വിശേഷിപ്പിച്ചു. ഗുജറാത്തിലെ റിലയൻസിന്റെ നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ 7 ലക്ഷം കോടി രൂപയായി ഇരട്ടിയാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജാംനഗറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ AI ഡേറ്റാ സെന്ററും ലോകോത്തര നിലവാരമുള്ള ക്ലീൻ ഏജൻസി ഹബ്ബും റിലയൻസ് നിർമ്മിക്കും. കൂടാതെ 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ എത്തിക്കുവാനുള്ള നീക്കങ്ങൾക്കാണ് റിലയൻസ് ഫൗണ്ടേഷൻ പൂർണ്ണ പിന്തുണ നൽകുന്നതെന്നും അംബാനി വ്യക്തമാക്കി. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയിലും ഊർജ മേഖലയിലും ഇന്ത്യയെ ആഗോളതലത്തിൽ എത്തിക്കുവാൻ ഈ വമ്പൻ നിക്ഷേപത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പാഠപുസ്തകത്തിലെ ഗണിത സൂത്രവാക്യങ്ങൾ ഇനി കളിച്ചിരികളിലൂടെ കുട്ടികളിലേക്ക്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ മാത്തമാറ്റിക്സ് വിഭാഗം 3-ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ELPS ടൈഫോയിഡ് സ്കൂളിൽ മിനി പാർക്കും മാക്സ് കോർണറും 1 ഡേ ക്യാമ്പും സംഘടിപ്പിച്ചു. കളിമുറ്റം അറ്റ് വാഗമൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ഗണിതശാസ്ത്രത്തെ ലളിതമായും രസകരമായും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. കേരള സർവകലാശാലയുടെ കീഴിലെ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം സെക്കൻഡ് ഇയർ FAUGP BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികളാണ് നമ്മൾ. കേരള സർവകലാശാലയുടെ FAUGP സിലബസിന്റെ ഭാഗമായിട്ട് കുട്ടികളിലെ സാമൂഹിക ബോധം വളർത്തുക എന്ന ആശയത്തോടനുബന്ധിച്ച് എല്ലാ സെമസ്റ്ററുകളിലും ഓരോ സാമൂഹിക പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തി വരികയാണ് നമ്മൾ.
100 വർഷത്തിന്റെ പാരമ്പര്യമുള്ള ടൈഫോയിഡ് ELP സ്കൂളിന്റെ മുറ്റത്ത് വിരിഞ്ഞത് അറിവിന്റെയും വിനോദത്തിന്റെയും പുതുവസന്തം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിലെ FYUGP വിദ്യാർത്ഥികൾ ആവിഷ്കരിച്ച ശ്രദ്ധേയമായ പദ്ധതിക്ക് തുടക്കമായി. ഗണിതം കുട്ടികൾക്കൊരു മലയാവാതിരിക്കാൻ വിവിധ ഗെയിംസിലൂടെയും മോഡൽസിലൂടെയും ലളിതമായ വിഷയം അവതരിപ്പിക്കുന്ന മിനി പാർക്കും മാക്സ് കോർണറും സ്കൂളിന്റെ വളപ്പിൽ സജ്ജമാക്കി കഴിഞ്ഞു. ഗ്രാമങ്ങളിലെ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികൾ നടപ്പിലാക്കുന്ന 3ാമത്തെ പദ്ധതിയാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സർവകലാശാല തരത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രൈമറി സ്കൂൾ കുട്ടികൾക്കായി തങ്ങളുടെ അറിവ് പകർന്നു നൽകുന്ന ഈ രീതി വരും ദിവസങ്ങളിൽ കുട്ടികളുടെ ഗണിത നൈപുണ്യം വർദ്ധിപ്പിക്കുവാൻ വലിയ രീതിയിൽ സഹായകമാകുമെന്ന് സ്കൂൾ അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ജോൺ വില്യൻസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വാർഡ് മെമ്പർ R. രഞ്ജിത്ത് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് സ്മിത ജേക്കബ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മിനി പാർക്കിന്റെ ഉദ്ഘാടനം ടൈംഫോർഡ് എസ്റ്റേറ്റ് ജനറൽ മാനേജർ സാംരാജ് നിർവഹിച്ചു. ഇതിനൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കായുള്ള പഠന ഉപകരണങ്ങളുടെയും സെറ്ററുകളുടെയും വിതരണവും നടന്നു. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം തവണയും വിജയിക്കുകയും വികസന സൗകര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത R. രഞ്ജിത്തിനെ ചടങ്ങിൽ വെച്ച് പ്രത്യേകം അനുമോദിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഏകദിന ക്യാമ്പിൽ അനേകം വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകരുടെ സജീവമായ സാന്നിധ്യവും പ്രോത്സാഹനവും ഈ പദ്ധതിയുടെ വിജയത്തിന് വലിയ മുതൽക്കൂട്ടായി. വെറും ഒരു പഠന പദ്ധതി എന്നതിലുപരി വരും തലമുറയ്ക്ക് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും വലിയൊരു പാഠം കൂടിയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ ഈ പ്രവർത്തനത്തിലൂടെ പങ്കുവെക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ മാതൃകകൾ തീർക്കുന്ന ഈ സംരംഭം സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും വലിയ പ്രശംസകളാണ് ഏറ്റുവാങ്ങുന്നത്. ജമ്മു കാശ്മീരിലെ കത്വയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു. പാട്രോളിംഗ് നടത്തുകയായിരുന്ന സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. മേഖലയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലുള്ള ബില്ലാവാർ വനമേഖലയിൽ ഇന്ന് വീണ്ടും സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന കൃത്യമായ രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് വെടിവെപ്പുണ്ടായത്. കഹോഗ് വനമേഖലയ്ക്ക് സമീപമുള്ള നജോഡ് വനത്തിലാണ് പുതുതായി വെടിവയ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരർക്കായി തിരച്ചിൽ നടത്തുകയായിരുന്ന സൈനികർക്ക് നേരെ വെടി ഉയർത്തുകയായിരുന്നു. ഉടനെ തന്നെ സുരക്ഷാ സേന ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ 2 മുതൽ 3 വരെ ഭീകരർ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുമായി പ്രൈം ടൈം അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിച്ചു. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി നാളെ കാണാം.